ഇത് നമ്മുടെ വെളിയങ്കോട് കണ്ണിത്തുറ അച്ചമ്മിഫെട്ടിന്റെ അവിടെ ഉള്ള കടലാണ് കേട്ടത്. കടൽ പ്രദേശമാണത്. എന്തായാലും ഇവിടുത്തെ കടലിന്റെ എന്താ പറയാ, കടൽ നിർമ്മാണ ഭിത്തിയൊക്കെ അടിപൊളിയായിട്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കണ കണ്ടില്ലേ. നമ്മുടെ തലയണാറിന്റെ ഉള്ളിൽ നിന്ന് പഞ്ഞിക്കെട്ടൊക്കെ പോയ പോലെ പോയിക്കുന്നതാണ്. വേണ്ട, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഏതാനും 2 ദിവസം, ഏകദേശം 2 ദിവസത്തിന്റെ ഉള്ളില് ഇവിടെ റോഡും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതുണ്ട, ഈ വീടുകളൊക്കെ വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയിലാണ്. ഇപ്പൊ ആര് മാറി മാറി വന്നു കഴിഞ്ഞാലും ഭരിച്ചു കഴിഞ്ഞാലും തീരദേശവാസികൾക്ക് ഇന്നും എന്തെന്ന് ദുരിതം തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഒരു ഉദാഹരണം ഇതിപ്പോ ഈ ഇലക്ഷന്റെ കുറച്ച് ദിവസം മുന്നേ കൊടുത്തിട്ടിട്ട് ജനങ്ങളെ മുന്നിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് ചെയ്തൊരു സംഗതിയാണ് ഇതൊക്കെ. ഇത് കണ്ട, കര ഏകദേശം തീരുമാനമാക്കിയിരിക്കുന്നു. റോഡാണേ കാണുന്നത്. അതിന്റെ തൊട്ടടുത്ത് കണ്ട, ഇത്ര ഡിഫറൻസിലാണ് വീടുകൾ ഇവിടെ ഉള്ളത്. ഇത് കണ്ട, ഈ വീടൊക്കെ ഇപ്പൊ ഇന്നോ നാളെ വെച്ചിട്ടാണ് ഇവര് നിൽക്കുന്നത് ഇവിടെ. അപ്പൊ ഇതിനൊക്കെ വേണ്ടപ്പെട്ട അധികാരികൾ എന്താക്കണം, നല്ല രീതിയിൽ തന്നെ ഇടപെടാം. അതേണ്ട, കടല് കല്ലിട്ടത് അവിടെ, കടല് ഇപ്പൊ വന്നിക്കണ ഇവിടെ നോക്കിയത്. കുറെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മളെ എന്താ പറയാ ഭരണാധികാരികളുടെ കഴിവുകളെ അടിപൊളി തന്നെയാണ്. ഇതൊക്കെ കുറെ മുന്നേ ചെയ്യേണ്ടിയായിരുന്നു. ഈ കല്ലൊക്കെ ഇട്ട് കണ്ട, ഇതൊക്കെ കുറെ മുന്നേ ചെയ്യേണ്ടിയായിരുന്നു. അതും ഇട്ടുള്ളത് എങ്ങനെ, മറ്റേ എന്താ പറയാ, നായ കൊലച്ചിലുമ്പോ തൂറിച്ചെന്ന് പറഞ്ഞ പോലെ. ഇവരൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളനുഭവിക്ക, ജനങ്ങളനുഭവിക്ക, അത്ര തന്നെ ഉള്ളൂ. കണ്ട, ഇതാണ് പാവപ്പെട്ട തീരദേശ എന്താ പറയുക, തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്നും കണ്ണീര് തന്നെയാണ്. കല്ലിട്ട ഭാഗമാണ് കാണുന്നത്. കണ്ട, ആ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തും കൊടുന്ന് വെച്ചിട്ട് കുറെ തലയാണല് മറ്റേ പഞ്ഞി നിറച്ച പോലെ. ഇതെന്താണിത്? ഇതൊക്കെ കടലെടുത്തുകൊണ്ടേക്കണ കണ്ടാണ്ട് ആ കിടക്കുന്നു. കുറച്ച് അപ്പുറത്ത് കിടക്കുന്നു, കിടക്കണം. അതൊക്കെ മണ്ണിന്റെ അടിയിലായി കടലത് വലിച്ചുകൊണ്ട്. എന്തൊരക്കാലെ പണി നമ്മൾ എടുക്കണം ഇവിടെ. എന്താ ചെയ്യാ?